തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുരസ്നാഥ ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, അവിടുന്ന് കർത്താവേ ഈ മഹത്തുള്ള ശുശ്രൂഷയിൽ കട കർത്താവെ തന്നെ ജനത്തെ നയിക്കാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവെ ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശ്രേഷ്ഠ കൃപകൾ കൂടെ ഇരുന്ന കർത്താവെ എൻ്റെ നാവോടോ വാക്കുകളോ വചസ്സുകളോടോ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതിനെ ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തിലെത്തിക്കുന്നത് മാത്രമല്ല കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് ഒരു മാറ്റം വരുത്തത്തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വചന കേൾവിക്കാരായിട്ടല്ല കർത്താവെ, കേൾക്കുന്ന വചനം കർത്താവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്കണം കർത്താവ്. അങ്ങനെ പരിശുദ്ധാത്മാവ് കർത്താവെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരന്മേൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തേജ് കർത്താവ് ജനം അങ്ങേടാനോ അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ കർത്താവ് അങ്ങയുടെ മഹത്തുള്ള ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ വചനം എത്തിക്കുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് യേശുവിനും പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ആരെന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുവാനുണ്ട്. പ്രത്യേകിച്ചും ലൗകികമായി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് ലോകം നമ്മളോട് ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സാമൂഹ്യ മേഖലകളിൽ നമ്മൾ ആരെന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ കടന്നു വരുമ്പോൾ ഓരോ വ്യക്തികളുടെ വ്യക്തിത്വം അവരായിരിക്കുന്ന യഥാർത്ഥമായ സാമൂഹ്യ മേഖലകളിൽ എന്ത് സ്ഥാനമാനങ്ങളുണ്ടോ അപ്രകാരമാണ് പലരും അവർ കരുതുവാൻ ഇടയാക്കുന്നത്. നല്ല ഔദ്യോഗിക രംഗ സ്ഥാനമാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള വ്യക്തിത്വത്തിലേക്ക് അവരെ സ്വയമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ അവരാഗ്രഹിക്കുന്നു. നല്ല സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അതിന് തൊക്കണം അവരെ ലോകത്തിന് ബോധ്യപ്പെടുത്തത്തോളം പ്രവർത്തിക്കുന്നു. പിന്നെ മൂന്നാമത് നാം നോക്കുമ്പോൾ കുടുംബ പാരമ്പര്യങ്ങളെപ്പറ്റി പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വം ഇപ്രകാരമുള്ള കുടുംബാംഗങ്ങളാണെന്നും ആ കുടുംബ പാരമ്പര്യം അതായത് അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ ഇപ്രകാരമാണ് അവരുടെ ജീവിത സാഹചര്യം ഉണ്ടായിരുന്നത്. ചിലപ്പോൾ വലിയ ഉന്നത ഔദ്യോഗിക രംഗങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ചവരുടെ പേരും മറ്റും പറഞ്ഞ് പെരുമയും പറഞ്ഞ് അവരുടെ വ്യക്തിത്വങ്ങളെ സ്ഥാപിക്കുവാൻ ഇടയാകും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിത്വം ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തു നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയായി തീരുമ്പോൾ യഥാർത്ഥമായി നാം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുവാൻ ഇടയാകും. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതൊരു സാമൂഹ്യ കൂട്ടമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സഹിച്ച് ക്രൈസ്തവ സമൂഹത്തെ വളർത്തിയ ജനമധ്യത്തിൽ അപ്രകാരമൊരു ജനം ഇന്നുണ്ടോയെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവർ ലോകമെമ്പാടും കടന്നു വരുവാൻ അല്ലെങ്കിൽ ലോകമെമ്പാടും ഇതെത്തത്തക്കോണം ഇടയാക്കിയെങ്കിൽ ആ കാലയളവിൽ ക്രിസ്തുവായിരുന്നു അനേകരുടെ വ്യക്തിത്വം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യമായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് എപ്രകാരമാണ് വഴി നടത്തിയതും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ എപ്രകാരമാണ് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതെന്നൊക്കെ അവർ പറയുവാൻ ഇടയായി. ഇന്ന് പലപ്പോഴും നാം കടന്നു പോകുമ്പോൾ ദേവാലയങ്ങളുടെ പേരും പെരുമയുമാണ് കേൾക്കുവാൻ ഇടയാകുന്നത്. ഞാൻ ഈ ദേവാലയത്തെ അംഗമാണ്, അല്ലെങ്കിൽ ഈ സഭയിലെ അംഗമാണ്, അതാണ് കേൾക്കുവാൻ ഇടയാകുന്നത്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ മാതൃകയായി കർത്താവിനെ യഥാർത്ഥമായി സ്വീകരിച്ചൊരു വ്യക്തിയാണെന്ന് പറയാൻ തക്കവണ്ണം ലജ്ജിക്കുന്ന ഒരു ജനസമൂഹ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. തന്മൂലം ഇന്നത്തെ യുവതലമുറകളോട് പലപ്പോഴും ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്ഥാനം എന്തെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു സംശയമായ സാഹചര്യങ്ങളാണ്, ഒരു വ്യക്തിത്വമില്ലാത്ത സാഹചര്യങ്ങളാണ്. അതിന് കാരണക്കാർ ഇന്നത്തെ ആധുനിക സമൂഹവും ആധുനിക സഭകളും ആധുനിക പ്രവർത്തനങ്ങളുമാണ്. യഥാർത്ഥമായ കർത്താവിനെ കണ്ടെത്തത്തക്കോണം അവരുടെ ജീവിതങ്ങളിൽ അതിനുള്ള സാഹചര്യമോ സാവകാശമോ
നാം ഒരുക്കുവാൻ പരിശ്രമിക്കാതെ പോയെങ്കിൽ ഒരു കുറവാണ് ഇന്ന് കാണുവാൻ ഇടയാകുന്നത്. ഈ സമയത്ത് അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് 1 യോഹന്നാൻ 2:15 ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അതായത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് ഇത്രമാത്രം യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്നത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രഭുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യഹോവയായ ദൈവം അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് വീഴ്ത്തി പാപമംഗലമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്നത് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. പിതാവിൻ്റെ സ്നേഹമില്ലെന്ന് നാം പറയുമ്പോൾ അതായത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണെന്നാണ് അവിടെ യഥാർത്ഥത്തിൽ പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് എന്നെയും നിങ്ങളെയും വഴി നടത്തുന്ന അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ദൈവത്തിന് ഒത്തവണ്ണമുള്ള ഒരു ദൈവിക സ്നേഹത്തിലുള്ളൊരു ജീവിതമാണോ, അതോ ലോകത്തിൻ്റെ പല കാര്യങ്ങളെ നേടിയെടുക്കുവാനുള്ള വ്യഗ്രതയോടുള്ളൊരു ഓട്ടമാണോ? നാം ഒന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മെ വഴി നടത്തുന്നത് ആരാണെന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ വ്യക്തമായി പറയുന്നത് ലോകത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ പിതാവിൻ്റെ സ്നേഹമില്ലെന്ന്. അപ്പോൾ യഥാർത്ഥമായി ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ നാം ലോകത്തെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ ജീവിക്കുന്നത്? സഭകൾ തമ്മിലുള്ള സ്പർദ്ധകൾക്ക് കാരണം ലോകത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ പരക്കം പാച്ചിലിൽ അവർ മറന്നുപോകുന്നൊരു കാര്യം, ക്രിസ്തുയേശുവിൽ നാം ഒന്നായിരിക്കണമെന്ന്, ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി തീരണമെന്ന് നാം എപ്രകാരം ചിന്തിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ബോട്ട് വായിക്കുമ്പോൾ 1 യോഹന്നാന്റെ 2:16-17 വായിക്കുമ്പോൾ ജഡത്തിന്റെ ദുരാഗ്രഹം എന്തെന്നാൽ ജഡത്തിന്റെ ദുരാഗ്രഹം, കണ്ണുകളുടെ ദുരാഗ്രഹം, കണ്ണുകളുടെ ദുരാഗ്രഹം, ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെ ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഇവിടെ 16-ാം വാക്യത്തിൽ പറയുന്ന ജഡത്തിന്റെ ദുരാഗ്രഹം, കണ്ണുകളുടെ ദുരാഗ്രഹം, ജീവിതത്തിന്റെ അഹന്ത എന്നിവ ലോകത്തിൽ നിന്നുള്ളതാകുന്നു. ജഡത്തിന്റെ ദുരാഗ്രഹം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ലൗകികമായി തീരുവാൻ ഇടയാക്കുന്നത് നമ്മെ തന്നെ ലോകത്തിൻ്റെ മുൻപിൽ എന്തോ വലിയ മാന്യനാണെന്നോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പ്രദർശനം കാണിക്കുവാനുള്ള പരിശ്രമമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാമൂഹ്യ മേഖലകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നതയിലേക്ക് നയിക്കുവാൻ ഇടയാക്കുന്ന പല കാര്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല മേഖലകളുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ എപ്രകാരം യാന്ത്രികമല്ലെങ്കിൽ മറ്റ് കാര്യത്തിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള മേഖലകളിലാണ്. അത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള വ്യത്യസ്തമായ ഓരോ പ്രോഡക്ട്സ് ആയാലും, അല്ലെങ്കിൽ അതിനായിരിക്കുന്ന ക്ലിനിക്സും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനം കടന്നു വരുന്നത്. അതായത് അവരുടെ വയസ്സിനെ കുറയ്ക്കുവാൻ, അവരിന്നും യൗവനമാണെന്ന് കാണിക്കത്തക്കോണമുള്ള പ്രവർത്തന മേഖലകളിൽ ഓടി നടക്കുന്ന ഒരു സാഹചര്യം. ഇതെന്തുകൊണ്ടാണ്?
സ്വയത്തെ ദൈവത്തെ കാട്ടി കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച നാം ഓരോരുത്തരും ആ ദൈവസ്വരൂപത്തെ മറന്നാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ദൈവം പറയുന്നത് തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് കുറവുകളോ മറ്റു കാര്യങ്ങളോ കാണുവാൻ സാധ്യതയില്ലല്ലോ. എന്നിട്ടും അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ ഇത് ശരിയല്ല, ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ രൂപം, അതിനെന്ത് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്. രണ്ടാമത് പറയുന്നത് കണ്ണിൻ്റെ ദുരാഗ്രഹം. കണ്ണുകളുടെ ദുരാഗ്രഹം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ ഇടയാകുന്നതും അത് എവിടെയായാലും, ഔദ്യോഗിക രംഗത്തായാലും, സാമൂഹ്യ മേഖലകളിലായാലും, ആത്മീയ രംഗത്തായാലും ഈ കണ്ണുകളുടെ ദുരാഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. നാം കാണുന്നതിനെ നാം തന്നെ നമ്മുടേതായ ചിന്തകളിൽ അതിനെ വിമർശിക്കുകയും മറ്റ് അവരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ. എന്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈ നന്മ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സഭകൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഔദ്യോഗിക രംഗത്ത് ഈ വ്യക്തികൾക്ക് ഔന്നത്യം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നേടുന്നു. സ്വന്തം ജീവിതത്തിലെ വീഴ്ചകൾ എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയാക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന്, മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിനെ വിമർശിക്കുന്ന ഒരവസ്ഥ. അതെന്തുകൊണ്ടാണ്? നാം കാണുന്ന കാര്യങ്ങൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആ കാണുന്ന കാര്യങ്ങളെപ്പറ്റി വിമർശിക്കുവാനുള്ളൊരു മനസ്സാണ് ഇന്ന് പലപ്പോഴും നാം കണ്ടുവരുന്നത്. അത് എവിടെയായിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തകാലം തുടങ്ങുന്നത് നാൾ മുതൽ അവരെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ കാട്ടി അവരെ നീ അവരെ കണ്ടു നോക്ക്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നീ അവരെ കണ്ടു നോക്ക്, അവരെങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ നാം അസൂയയുടെ വിത്തുപാകുകയല്ല, കണ്ണിൻ്റെ ദുരാഗ്രഹത്തിലേക്കാണ് ആ കുഞ്ഞുങ്ങളെ നയിക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ വാക്കുകളും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നെന്ന് ആരും ചിന്തിക്കാറില്ല. ഈ ലൗകിക ഓട്ടത്തിൽ ബിരുദം പ്രാപിക്കാനായി ഓട്ടത്തോടോട്ടം ചെയ്യുമ്പോൾ നാം വിട്ടുപോകുന്നത് ദൈവിക സാന്നിധ്യവും ദൈവിക സ്നേഹവുമാണെന്ന് പലപ്പോഴും നാം മറന്നു പോകുന്നു. ഏറ്റവും അവസാനം അതിൻ്റെ അകത്ത് പറയുന്നത് ലോകത്തിലുള്ള ക്ഷണിക സ്വഭാവം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ അഹന്തയിലേക്ക് എന്നെ തന്നെ ഉയർത്തുവാൻ ഞാൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ ആദര ശുശ്രൂഷകളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ഫ്ലെക്സൊക്കെ വെച്ച് പ്രവർത്തിക്കും. പക്ഷേ യഥാർത്ഥമായ ദൈവസ്നേഹത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മറ്റൊരു സഹോദരനും പ്രതിസന്ധിയാകുമ്പോൾ ആരും പറയാതെ അവൻ്റെ ഭവനത്തിൽ കടന്നു അവനെ സ്വാന്തനപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ പരിശ്രമിക്കും. ഇന്ന് അതിനെക്കാട്ടി ഉപരി നാം ആഗ്രഹിക്കുന്നത് ഒരു ഫ്ലെക്സൊക്കെ വെച്ച് നാം ഇതൊക്കെ ചെയ്തെന്ന് ലോകമറിയത്തക്കവണ്ണമുള്ളൊരു പ്രവർത്തന മേഖലയിലേക്കാണ് കടന്നു പോകുന്നത്. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, ലോകത്തിലുള്ളതെല്ലാം മാഞ്ഞു പോകും, പക്ഷെ നിലനിൽക്കുന്നത് എന്താണെന്ന് പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവ ഇഷ്ടം ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവിക സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരികയും ആ സ്വഭാവത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ മറ്റുള്ളവരെയും ആകർഷിക്കത്തക്കവണ്ണം ഞാനായിത്തീരുമ്പോഴാണ് അത് ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുന്നത്. ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രമാത്രം വേദനകളുടെ മധ്യത്തിൽ ലോകം കടന്നു പോകുന്നത്, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ അനേക കുടുംബം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാടിന്ന് നോക്കുകയാണെങ്കിൽ എന്നും വേദനകളും അരുതാത്ത പല കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. മകൻ അമ്മയെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു. നാം നോക്കുമ്പോൾ ഇവയൊക്കെയാണ് ഇത് കേൾക്കുവാൻ ഇടയാകുന്നത്. ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമൂഹം, യുവതലമുറകൾ ഏറ്റവും വേദനകളിലും മയക്കുമരുന്നത്തിന് അടിമത്തത്തിലേക്കും നടന്നു പോകുന്നൊരു കാലയളവ്. എന്തുകൊണ്ട്? അവർ യഥാർത്ഥമായ അവരുടെ വ്യക്തിത്വം എന്താണെന്ന് അവർക്ക് കാണുവാൻ കഴിയാത്ത അവസ്ഥ. അവർ മറ്റുള്ളവരെ കണ്ട് അയ്യോ ഞാൻ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നതെന്ന്
ഞാൻ ആർക്കും കൊള്ളരുത്തായ സാഹചര്യമായിരിക്കുന്നെന്നൊക്കെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ജനമധ്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ആ യുവതലമുറകൾക്ക് യഥാർത്ഥമായ ദൈവത്തെ മനസ്സിലാക്കുവാനോ ദൈവിക സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കരുതലിലേക്കും ദൈവം എല്ലാ പ്രതിസന്ധികൾക്കും മതിയായവനെന്ന് കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്ന ഒരു കാലയളവ്. ബോട്ട് വായിക്കുമ്പോൾ റോമാലേഖനം 8:14-15 വായിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ റോമാലേഖനത്തിൽ ഇത് പ്രസ്താവിക്കുന്നത്. അതായത് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ദൈവമക്കളാണ്. അപ്പോൾ നാം ഇന്ന് ലോകപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണോ എന്നൊന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നെന്ന് പറയുമ്പോൾ ദൈവിക സാന്നിധ്യം, ദൈവിക സ്നേഹം നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയിലും ലോകം കാണുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കുന്നത് കർത്താവിനായിത്തീരും. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും കൂടുതൽ നാം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിനായി എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും, ലോകത്തിൽ കർത്താവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബാംഗങ്ങളായാലും നമ്മുടെ ബന്ധുമിത്രാദികളായാലും നമ്മുടെ യുവതലമുറകളുടെ മധ്യത്തിലും ഇന്നും ജീവിക്കുന്ന കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ നാം പരിശ്രമിക്കും. അതാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. അതുമാത്രമല്ല, അവിടെ പറയുന്നത് ഭീരുത്വത്തിൻ്റെ അല്ല, ദാസ്യത്തിൻ്റെ ആത്മാവല്ല, എങ്കിലോ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കോണം പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ ദൈവമക്കളുടെ പൂർണ്ണതയാണത്. അതിലേക്ക് എന്നെയും നിങ്ങളെ ആയിത്തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. വചനം വായിക്കുന്നുണ്ട്, വചനം എത്രമാത്രം അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നാം വചനം വായിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ക്രിയയെത്തക്കോണം, ഇത് മനസ്സിലാക്കുവാൻ, ഇതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടം തുറക്കണമേ, നിൻ്റെ കണ്ണുകളെ തുറക്കണമേ, നിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ. ആ കണ്ണുകളെ തുറക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥമായ വചനത്തിൻ്റെ ഉൾക്കാഴ്ച മനസ്സിലാക്കത്തക്കോണമുള്ള ദൈവിക കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ, അങ്ങനെ നാം പ്രവർത്തിക്കുമെങ്കിൽ, അങ്ങനെ വചനത്തെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് മാറ്റം വരുത്തത്തക്കോണം ഇടയാക്കും. നാം കടന്നു വന്ന ദേവാലയങ്ങളിൽ, നാം സംബന്ധിക്കുന്ന ആരാധനകളിൽ, നാം ആയിരിക്കുന്ന ശുശ്രൂഷകളിൽ മാറ്റം വരുത്തുവാൻ കഴിയും. പക്ഷെ അതിനായി നമ്മളെ തന്നെ ഒന്ന് മാറ്റത്തിലേക്ക് നയിക്കത്തക്കോണം ഇടയാക്കണം. റോമാലേഖനം 14:7-9 വരെ വായിക്കുമ്പോൾ നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, നമ്മളിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവർ തന്നെ. നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ഇതിൻ്റെ മർമ്മം നാം മനസ്സിലാക്കണം. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളൊരു കർത്താവായിരുന്നു. പക്ഷെ കർത്താവ് മരിച്ചു 3-ാം ദിവസം മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അർത്ഥം ഇന്ന് നാം ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരു കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ
ആർക്കു വേണ്ടിയാണ് നാം ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. ഇവിടെ പറയുന്നത് നാം ആരും തനിക്കായി ജീവിക്കുന്നില്ല, തനിക്കായി മരിക്കുന്നുമില്ല. പക്ഷേ ഇന്നത്തെ ആധുനിക ഈ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾക്കായി, സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. തന്മൂലം കുടുംബജീവിതത്തിൽ പോലും അത് ബാധിച്ചിരിക്കുന്നു. ഭർത്താവിനായി ആ ഭർത്താവിൻ്റെ എല്ലാ നന്മകൾക്കും ഭർത്താവിൻ്റെ സുഖസൗകര്യങ്ങൾക്കായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കും, ഭാര്യയുടെ കാര്യങ്ങളിൽ സുഖസൗകര്യങ്ങൾക്കായി ചിന്തിക്കുന്ന അവസ്ഥകളിലേക്കും മാറിയിരിക്കുമ്പോൾ പലപ്പോഴും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുമ്പോൾ ആ ദാനം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നാം എപ്രകാരം വളർത്തുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. അനേകര് പലവിധ ഔദ്യോഗിക രംഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മെ ഒരു ഔദ്യോഗിക രംഗത്ത് നമുക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ ഔദ്യോഗിക രംഗ പദവിയിലേക്ക് നാം ആയിത്തീരുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, എല്ലാം വ്യക്തതയോടെ ആ സാഹചര്യങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്തും. അതായത് ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വാക്കുകൾ ഇങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വേഷഭൂഷം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ആരും ഒന്നും പറയാറില്ല. എങ്കിലോ വചനത്തിൽ കൂടെ പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നും നമ്മുടെ വേഷഭൂഷം എങ്ങനെ ആയിരിക്കണമെന്നും നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും വചസ്സുകളും പ്രതികരണങ്ങളും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ആരും അതിനത്തവണ്ണം ജീവിക്കുന്നില്ല, ആരും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് എനിക്കും നിങ്ങൾക്കും ദാനമായി തന്ന പൈതങ്ങളുടെ ജീവിതത്തിൽ, ആ പൈതങ്ങളുടെ ജീവിതത്തിൽ ദൈവമില്ലാത്ത അവസ്ഥയാണെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദിയായി തീർന്നിരിക്കുന്നത്. സമൂഹത്തെ പഴിവച്ചാരുവാൻ കഴിയില്ല, സഭകളെ പഴിചാരുവാൻ കഴിയില്ല, ഇടവകളെ പഴിചാരുവാൻ കഴിയുകയില്ല. അതിനാദ്യം പഴിചാരേണ്ട സ്വയത്തെ ആയിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കർത്താവിനെ കാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിച്ചതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 8:16-17 വായിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് അപ്പം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നെന്ന് നാം പറയുന്നുണ്ടായിട്ടും നമ്മുടെ പ്രവർത്തികൾ പരിശുദ്ധാത്മാ പ്രകാരമല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ആത്മാവിൽ നയിക്കപ്പെടുന്നവരല്ല. കാരണം ആത്മാവ് തന്നെ ആത്മാവോട് സാക്ഷ്യം പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാഴ്ചയോട് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അപ്രകാരം വഴി നടത്തുവാൻ ഇടയാക്കും. എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പ്രതികരണങ്ങൾ, എൻ്റെ നോട്ടം, എൻ്റെ കേൾവി എല്ലാം അപ്രകാരം പരിശുദ്ധാത്മാവ് വഴി നടത്തുവാൻ ഇടയാകും. രണ്ടാമത് പറയുന്നത്, നാം മക്കളെങ്കിൽ അവകാശികൾ. എന്തിൻ്റെ അവകാശം? ദൈവത്തിൻ്റെ അവകാശികൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാണ്. അതിൻ്റെ മധ്യത്തിൽ കഷ്ടതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം പറയുന്നത് തേജസ്കരിക്കപ്പെടെ അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ മേഖലകളിൽ ഏത് സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ കടന്നു പോകുന്നവർ മാത്രമാണെങ്കിൽ പോലും നമുക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നൊന്ന് ചിന്തിക്കണം. ഇവിടെ കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ കർത്താവിനോടൊപ്പം കൂട്ടവകാശികളായിട്ടാണ് നാം തീരുന്നത്. അപ്രകാരം
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വ്യക്തിത്വം ഇന്ന് എന്താണെന്നൊന്ന് ചിന്തിക്കേണ്ടിയോ. നാം ആയിരിക്കുന്ന ഔദ്യോഗിക മേഖലകളിലെ സ്ഥാനമാനങ്ങളാണോ എൻ്റെ വ്യക്തിത്വം? നമ്മുടെ കുടുംബ പാരമ്പര്യമാണോ എൻ്റെ വ്യക്തിത്വം? നമ്മുടെ സമ്പന്നതയുടെ മുൻപിലുള്ള അതാണോ എൻ്റെ വ്യക്തിത്വം? അതോ എനിക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തു ആണോ എൻ്റെ വ്യക്തിത്വം എന്നൊന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിച്ച് അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കോണം നമ്മുടെ പ്രവർത്തനങ്ങളായി തീരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം അനേകർക്ക് കാണുവാൻ ഇടയാകും. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്നാഥ, ഇതോടെ ഞങ്ങളെ ബലപ്പെടുത്തിയ അവൻ കൃപകൾക്കായ സ്തോത്രം കർത്താവേ. ഇന്ന് ഞങ്ങളുടെ വ്യക്തിത്വം എന്തെന്ന് ചിന്തിപ്പാൻ, ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിപ്പാൻ ഇതന്ന സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവേ. അങ്ങേക്ക് വേണ്ടിയാണോ? അങ്ങ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന വയൽ പ്രദേശങ്ങളിൽ, മേഖലകളിൽ അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ എന്നൊന്ന് ചിന്തിക്കാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. പ്രകാരമായി തീരുവാൻ, വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാൻ കർത്താവേ, നിന്നെ കൂടുതലായിട്ട് അറിഞ്ഞ് ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് നിന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ, മറ്റുള്ളവർ കാണുമ്പോൾ എന്നിൽ അങ്ങേ കാണത്തക്കോണം ഇടയാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ തിട്ടപ്പെടുത്തുന്നത് ഞങ്ങളുടെ കുറവുകളും ഞങ്ങളെ വരെയും ക്ഷമിച്ച കർത്താവേ, നമ്മുടെ മഹത്വത്തിനൊത്തവണ്ണം വഴി നടത്തിക്കൊള്ളണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.